ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ രാധിക, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത് കാര്യമില്ല മുത്തശ്ശി. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്റെ അനുജത്തിക്ക് ഒരു സഹായത്തിന് വേണ്ടിയാ. അല്ലാതെ വേറെ അടിമപ്പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആരും കരുതണ്ട. വരുണിന്റെ സൂര്യയുടെയും കാര്യത്തില് എന്ത് സംഭവിച്ചാലും അവിടെയൊക്കെ നിന്റെ കണ്ണ് എത്തിയിരിക്കും. അതുപോലെ തന്നെയാണ് പരമേശ്വരന്റെയും ചന്ദ്രശേഖരന്റെയും ഉർവശിയുടെയും നിന്റെയും കാര്യത്തില് എന്റെ കണ്ണും എത്തിയിരിക്കും. നിങ്ങളിൽ ഒരാൾക്ക് മാറ്റം വന്നാല് അത് ഞാനല്ലേ ആദ്യം തിരിച്ചറിയ? ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? അമ്മേ, അമ്മേ, അവിടെ എന്താ ബഹളം നടക്കുന്നറിയോ? എന്തുപറ്റി? പ്രിയങ്ക നല്ല കരച്ചിലാ. അതെന്തുപറ്റി? കാരണം ആരാ? ആ വരുൺ തന്നെ. കൽപ്പനെ, എന്താണെന്ന് വെച്ചാ നീ കാര്യം തെളിച്ചു പറ. വരുൺ ഓഫീസിലേക്ക് പോണം. ഡ്രസ് അയൺ ചെയ്യാൻ എടുത്തപ്പോ പ്രിയങ്ക അത് ചെയ്യാന്ന് പറഞ്ഞു. അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ട് അമ്മേ? എന്നിട്ട് രാധിക ഡ്രസ് അയൺ ചെയ്താലേ ഇടുവെന്ന് വരുൺ. അമ്മ പ്രിയങ്കയെ നാണം കെടുത്തിക്കൊണ്ടിരിക്ക. ആർക്കായാലും സങ്കടം തോന്നില്ലേ? അല്ല, അതിന് ഇതാരാ ചെയ്തോന്ന് ചോദിച്ചത്? ഡ്രസ് കരിച്ചത്? പ്രിയങ്ക താനത്ത് കരുതി കുട്ടി ചെയ്തല്ലേ? വരുൺ, ഞാനിതിൽ തൊട്ടിട്ടില്ല. പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? നിന്റെ പക എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. നീ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. പക്ഷേ ഇതിനുത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. പ്രിയങ്ക അതില് തൊട്ടിട്ടില്ല. വരുൺ, നീ അത് അയൺ ചെയ്യാൻ ഏൽപ്പിച്ചത് രാധികയല്ലേ? എന്താ പറ്റിയതെന്ന് അവളെ വിളിച്ച് ചോദിക്ക്. ഏയ്, അതെ, രാധികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒന്നും പറ്റില്ല. നീ അഥവാ പറ്റിയാലും അത് എന്നെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ അയാൾക്കുണ്ട്. അത് വരുൺ പറഞ്ഞത് സത്യം. ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല. ആഹാ, അപ്പോ സംശയം നമുക്ക് തീർക്കാലോ. രാധികേ, രാധികേ. അതെ, ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. എനിക്കിപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. രാധികേ, നീ ഡ്രസ് അയൺ ചെയ്യുമ്പോ പ്രിയങ്ക ഇതുവഴി വന്നായിരുന്നോ? ഇല്ല. ആരാ ഈ ഡ്രസ് മടക്കി വെച്ചത്? ഞാനാ. ഇത് നിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണോ? ചോദിച്ചത് കേട്ടില്ലേ? ഈ ഡ്രസ്സ് കരിഞ്ഞത് നിന്റെ കയ്യിൽ നിന്നാണോന്ന്. അതെ. ഞാൻ കരുതിക്കൂട്ടി കരിച്ചതാ. കരുതി കൂട്ടി കരിച്ചതോ? എന്തിനാ? ഇത്തരം ജോലികളൊന്നും ഇനി എന്നെ ഏൽപ്പിക്കാതിരിക്കാൻ. സ്വന്തം ഭാര്യ കൺമുന്നിലുള്ളപ്പോ ഇത്തരം ജോലികൾക്കൊക്കെ അവളെ ആശ്രയിക്കേണ്ടത്, അല്ലാതെ എന്നെ അല്ല. മോളെ രാധിക, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത് കാര്യമില്ല മുത്തശ്ശി. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്റെ അനുജത്തിക്ക് ഒരു സഹായത്തിന് വേണ്ടിയാ. അല്ലാതെ വേറെ അടിമപ്പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആരും കരുതണ്ട. ഇനിയും ഇത്തരം പണികൾ എന്നെ ഏൽപ്പിച്ച ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാ. ഇതിന്റെ പേരില് എന്നെ ഇനി പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല. ഇപ്പൊ കാര്യം തെളിഞ്ഞല്ലോ.
ഇവളുടെയൊക്കെ സ്വഭാവം ഇത്രേ ഉള്ളു വരണേ. നീ പോയി വേറെ ഡ്രസ് എടുത്തിട്ട് കമ്പനി പോവാൻ നോക്ക്. മോൻ യാത്ര മുടക്കണ്ട, പോവാൻ നോക്ക്. പത്മിനി, ഞാൻ നിന്നോട് ചോദിച്ചു തുടങ്ങിയ കാര്യത്തിന്റെ തെളിവ്. നമ്മുടെ കുടുംബത്തിന്റെ സഞ്ചാരം ഇപ്പൊ നല്ല നിലയിലല്ല. അമ്മേ, ഇതേ അവളെ കൊണ്ട് ഞാൻ ജയിപ്പിച്ചതാ. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് ജയിക്കാനാ. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. അവരെത്തിയോ? അവരിപ്പോ എത്തും സാർ. ഇന്ന് തന്നെ അവരെ കൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണം. അത് നമുക്കൊരു നേട്ടമാണ്. ഓക്കെ, അവർ വരട്ടെ. ചോദിച്ചത് കേട്ടില്ലേ? ഈ ഡ്രസ്സ് കരിഞ്ഞത് നിന്റെ കയ്യിൽ നിന്നാണോന്ന്? അതെ, ഞാൻ കരുതിക്കുട്ടി കരിച്ചതാ. സ്വന്തം ഭാര്യ കൺമുന്നിലുള്ളപ്പോ ഇത്തരം ജോലികൾക്കൊക്കെ അവളെ ആശ്രയിക്കേണ്ടത്, അല്ലാതെ എന്നെ അല്ല. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്റെ അനുജത്തിക്ക് ഒരു സഹായത്തിന് വേണ്ടിയാ, അല്ലാതെ വേറെ അടിമപ്പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആരും കരുതണ്ട. സാർ വരൂ. വരൂ വരൂ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പരമേശ്വരൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല, ഇതുവരെയുള്ള ഡീലിങ്സ് അദ്ദേഹവുമായിട്ടായിരുന്നല്ലോ. അത് കുഴപ്പമില്ല. ഞാനും എൻ്റെ കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചിട്ട് മാത്രമേ ഫൈനലൈസ് ചെയ്യാറുള്ളൂ.